ഓണത്തിൻ്റെ ഘോഷയാത്ര കണ്ടതിന് ശേഷം നേരെ നമ്മൾ ഫിലിപ്പൈൻ സുന്ദരിമാരുടെ ആഴക്കടൽ പ്രകടനം കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഇവിടെ മെർമെയ്ഡുകളായിട്ട് ഈ ഫിലിപ്പൈൻ സുന്ദരിമാർ നീന്തി തുടിക്കുകയാണെന്നാണ് പറഞ്ഞു കേട്ടത്. അപ്പോൾ അതൊക്കെ കേട്ട അറിവ് സത്യമാണോ എന്നറിയാൻ വേണ്ടി വന്നിരിക്കുകയാണ്. എന്താണെന്നറിയത്തില്ല. 120 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ്. ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട്. അന്നക്കുട്ടിയാണെങ്കിൽ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. പിന്നെ എനിക്ക് ഫിലിപ്പൈൻ സുന്ദരിമാരും ബ്യൂട്ടി ആൻഡ് ദ ബീസ്റ്റ്, മെർമെയ്ഡുകൾ, അങ്ങനെയുള്ള ഫാൻറ്റസി വേൾഡ്, ഫിക്ഷൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ എന്തായാലും നമ്മുടെ നാട്ടിൽ ഇത് വന്നിട്ട് കാണാതെ പോകുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് ഓടി വന്നത്. നമ്മളിതിനകത്ത് കയറുമ്പോൾ തന്നെ ഭയങ്കര ഒരു രസമാണ്. സത്യം പറഞ്ഞാൽ 120 രൂപയ്ക്ക് വേർത്ത്ഫുൾ ആണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. എനിക്കിഷ്ടപ്പെട്ടു. എൻ്റെ കൂടെ വന്നവർക്കൊന്നും ഇഷ്ടമില്ല. എനിക്കിതാ ഇത് ഈ നമ്മുടെ തലയ്ക്ക് മുകളിലൂടെ മീൻ ഓടുന്നതും ഈ കുഞ്ഞു കുഞ്ഞു മീനുകൾ കാണുന്നതും പിന്നെ ഭയങ്കരമായ വലിയ വലിയ മീനുകൾ കാണുന്നതും തടിയൻ മീനുകൾ കാണുന്നതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇങ്ങനെ അതിനകത്തൂടെ ഇങ്ങനെ നമ്മൾ പോകുമ്പോഴത്തേക്കും എനിക്ക് ഫീൽ ആയെന്ന് വെച്ചാൽ ഞാനിങ്ങനെ കടലിൻ്റെ അടിയിൽ കൂടി ഇങ്ങനെ പോവുകയാണെന്നാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇത് വന്ന സ്ഥിതിക്ക് ഞാൻ കാണാതിരിക്കുന്നത് ശരിയല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ കണ്ടത്. അപ്പോൾ ഇതിനകത്ത് പോകുമ്പോഴത്തേക്കും മെർമെയ്ഡുകളെ കണ്ട് ഗൈസ് എനിക്ക് ഭയങ്കര രസമായിരുന്നു. കാര്യം അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചാടി താഴേക്ക് വരും, നന്നായിട്ട് ഇങ്ങനെ നീന്തി തുടിച്ചിട്ട് മോളിൽ പോയി ശ്വാസം എടുത്തിട്ട് പിന്നെ അത് ഉള്ളിൽ സ്റ്റോർ ചെയ്തിട്ട് വീണ്ടും വരും. നല്ല രസമാണ്. നമുക്കിങ്ങനെ പല പല ഷേപ്പിലൊരു ബബിൾസൊക്കെ വെച്ചിട്ട് അവർ നമുക്ക് ഹാർട്ടൊക്കെ തന്നു, കിസ്സൊക്കെ തന്നു. ഭയങ്കര രസമാണ്. എന്തായാലും ഞാൻ കണ്ടു. കുറേ നേരം അവിടെ ചെയർ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇരുന്ന് തന്നെ ഞാൻ കണ്ടു. ഭയങ്കര ഇഷ്ടമായി. കണ്ണ് നിറച്ച് ഞാൻ കണ്ടു ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ അതിനുശേഷം കുറേ അച്ചാറുകളും കാര്യങ്ങളും ഒക്കെ ഉള്ള സ്റ്റോളുകളുണ്ടായിരുന്നു. അതൊന്നും ഞാൻ എടുത്തില്ല. സാധാരണ എൻ്റെ എല്ലാ വീഡിയോസിലും ഞാൻ എടുക്കുന്നതാണ്. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള മെർമെയ്ഡ് ഷോ ആണ് ഞങ്ങൾ കാണിച്ചത്. പിന്നെ ഞാൻ മരണക്കിണർ കാണാൻ പോയിട്ടോ. അപ്പോൾ അതും കൂടി ഞാൻ അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. മരണക്കിണറിൻ്റെ വീഡിയോസും ആ സൗണ്ടും ഒക്കെ നിങ്ങൾക്ക് കേൾക്കട്ടെ. അപ്പോൾ കുറച്ച് നേരത്തേക്ക് ഞാൻ മിണ്ടാതിരിക്കാം.